ഹലോ മച്ചാന്മാരെ, ട്രാൻസ്ജെൻഡർ ബ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെട്രോളിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ മിക്കവർക്കും ഡൗട്ടാണ് ഏത് പെട്രോളാണ് നമ്മുടെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നതെന്ന്. അപ്പോൾ മൈലേജ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് മച്ചാന്മാരെ ഏത് പെട്രോളാണ് ഇനി അടിക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. ഇന്നത്തെ പെട്രോളിന്റെ ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ വണ്ടിയിലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഹോണ്ട ഹോർനെറ്റിന്റെ വണ്ടിയാണ്, ബൈക്കാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫുള്ള് പെട്രോൾ തീർത്ത് നമ്മൾ ഫുള്ള് എം ടി ആയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് പെട്രോൾ തീർത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോക്ക് ആ സൈഡ് ചോക്ക് പിടിച്ച് നമ്മൾ ഓടിയിട്ടുണ്ട്. ചോക്ക് പിടിച്ച് ഓടി നമ്മൾ ചോക്കിലെ പെട്രോളും ഫുള്ള് തീർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചോക്ക് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചോക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ക് ആദ്യം നമുക്ക് ക്ലോസ് ചെയ്യാം. ചോക്ക് ക്ലോസ് ചെയ്യാണ്. നമ്മൾ ചോക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിരിഞ്ഞ് പോട്ടും പെട്രോൾ ഇല്ല, ഫുൾ എം ടി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 100 മില്ലി ഒഴിച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാൻ നോക്കുക. നമ്മുടെ പെട്രോൾ എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മുടെ ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, HP, റിലയൻസ്. അപ്പോൾ ഇതിൽ എനിക്കൊരു വ്യത്യാസം തോന്നി. നമ്മുടെ റിലയൻസിൻ്റെ പെട്രോൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാം. ഭയങ്കരമായിട്ടുള്ളൊരു ഡാർക്ക് ആയിട്ടുള്ള കളറാണ് റിലയൻസിൻ്റെ ആ ഒരു പെട്രോളിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിരുന്നു, 2 ദിവസം ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് ക്ലിപ്പുകളൊക്കെ മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതാണ് ഞാൻ പിന്നെ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റിങ്ങിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 100 മില്ലിയുടെ ഒരു ബോട്ടിലാണ്. അതായത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിലാണ് നമ്മളൊരു 100 മില്ലി അളന്നെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പക്ഷേ വരെ നമുക്ക് റിലയൻസ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ റിലയൻസ് നമ്മളതിലേക്ക് 100 മില്ലി എടുക്കും. നമ്മൾ ബോട്ടിൽ 100 മില്ലിയുടെ കറക്റ്റ് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റിലയൻസിൻ്റെ പെട്രോൾ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, പക്ഷേ വരെ നമ്മുടെ ഇതിലേക്ക് ഒരു 100 മില്ലി ഒഴിക്കുകയാണ്. നമ്മുടെ റിലയൻസ് നമ്മൾ ഈ ഒരു ലെവലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ലെവലാണ് നമ്മൾ കറക്റ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 100 മില്ലിയുടെ ബോട്ടിലാണ്. അപ്പോൾ കറക്റ്റ് 100 മില്ലി എഴുതുമ്പോൾ ഈ ഒരു ലെവലാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു ലെവലാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ 100 മില്ലി നമ്മുടെ റിലയൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നും തറയിലൊന്നും കളയാതാണ് ഒഴിക്കുന്നത്. ഓക്കെ, നമ്മൾ 100 മില്ലി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 100 മില്ലി നമ്മൾ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് എത്ര കിലോമീറ്റർ ഓടുവന്ന്. ചിലവർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ റിലയൻസ് പെട്രോൾ കിടിലം പെട്രോളാണ്, നല്ല മൈലേജ് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ടെസ്റ്റിംഗ് നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് പെട്രോളാണെന്ന് അറിയാൻ പറ്റും, കറക്റ്റ് കിലോമീറ്ററിന്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് നമ്മളെ മീറ്റർ റീസെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മീറ്റർ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 0 ആക്കിയിട്ടുണ്ട് മീറ്റർ. നമ്മുടെ മീറ്റർ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു 4th ഗിയറിൽ ഓടിക്കുന്നത്. അപ്പോൾ ഒരു 50-നകത്താണ് നമ്മൾ ഓടിക്കുന്നത്, റേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടിൽ ആക്സിലേറ്റർ കേബിൾ ഫ്രണ്ടിലല്ല വരുന്നത്. ആക്സിലേറ്റർ നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ നമ്മൾ ബാക്ക് ടയറുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ നിർത്തി വെച്ചാൽ നമുക്കൊന്ന് റേസ് ചെയ്ത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പെട്രോൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ്. പെട്രോൾ ഒന്ന് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, നമ്മൾ റിലയൻസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് ഗിയർ ഇടാം. നമ്മൾ ഗിയർ
നോക്കി അറിയാം, നമ്മളൊരു 30-നകത്താണ് ഓടിക്കുന്നത്. എന്താ മീറ്റർ കാണാമെന്ന് അറിയത്തില്ല. ഇപ്പോൾ 200 മീറ്റർ ആയിട്ടുണ്ട്. പക്ഷേ വരെ 4.1 ആയിട്ടുണ്ട്. നമ്മുടെ റിലയൻസ് പെട്രോൾ 4.1 ആയിട്ടുണ്ട്. നമ്മുടെ 6 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ റിലയൻസ് പെട്രോൾ 100 മില്ലി 6 കിലോമീറ്റർ ആയിട്ടുണ്ട്. 6.1 ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 7.1 ആയിട്ടുണ്ട്. നമ്മുടെ റിലയൻസ് 7.2 ആയിട്ടുണ്ട്. നമ്മുടെ റിലയൻസ് പെട്രോൾ അതുപോലെ 8.1 കിലോമീറ്റർ നമ്മുടെ റിലയൻസ് പെട്രോൾ ഓടിയിട്ടുണ്ട്. അത് നമ്മുടെ ചോക്ക് പിടിക്കാതെ നമുക്ക് ചോക്ക് പിടിച്ചും കൂടി നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 8.1 ആണ് നമ്മുടെ റിലയൻസ് ഓടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ചോക്ക് പിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചോക്ക് നമ്മളൊന്ന് വലിച്ചു പിടിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചോക്ക് പിടിച്ച് നമുക്ക് ചോക്കിനെ പറ്റുമോ നോക്കാം. അത് നമ്മുടെ ചോക്കിലെ പെട്രോളാണ് ഓടുന്നത്. ചോക്കിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റ് സ്പീഡ് നമ്മൾ വരുന്ന 64-65 ആണ് ചോക്കിൽ വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലേറ്റർ നമുക്കിപ്പം ഒരു ലെവലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചോക്കിൽ വരുന്നത്. അപ്പോൾ എല്ലാ പെട്രോൾ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ ആ ചോക്കിൽ ആ ഒരു ഇത് കിടക്കുന്നു. പിന്നെ നമ്മൾ ചോക്കിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 8.5 ആയിട്ടുണ്ട്, 8.5 ആയിട്ടുണ്ട്, 8.6 ആയിട്ടുണ്ട്. പവറായി വണ്ടി അറക്കുന്നുണ്ട്. ഓക്കെ, 8.6 ആണ് നമ്മുടെ ചോക്കിൽ. ഏകദേശം വരെ 8.6 ആണ് നമ്മുടെ ചോക്ക് പിടിച്ച് ഓടിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ആ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. ഏകദേശം വരെ നമ്മൾ അടുത്ത് HP ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ HP പെട്രോൾ എത്ര ഓടും നോക്കാം. നമ്മളൊരു 100 മില്ലി ഒഴിച്ച് കൊടുക്കുന്നു HP. നമ്മുടെ ആ മറ്റേൻ്റെ സെയിം കണക്കാണ് എടുത്തിട്ടുള്ളത്. HP എടുത്തിട്ടുണ്ട്. HP നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ HP നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. നമുക്ക് HP നോക്കാം. ഓക്കെ, നമ്മൾ HP ഒഴിച്ചാൽ നമുക്ക് ട്രിപ്പ് ചെയ്യാം. നമ്മളിതിന് 8.6 നമ്മൾ ട്രിപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പക്ഷേ അവരെ നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. 0-0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ HP ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ HP ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിലയൻസ് ചെക്ക് ചെയ്ത് HP ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ HP ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 800 മീറ്റർ ആയിട്ടുണ്ട് HP. നമ്മൾ റിലയൻസ് ആദ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ എല്ലാത്തിൻ്റെ റിസൾട്ട് ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് നല്ല പെട്രോൾ എന്ന്. 1 കിലോമീറ്റർ ആയിട്ടുണ്ട് HP. മോശമാണ് 3.3 കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മുടെ HP പെട്രോൾ. 3.4 ആയിട്ടുണ്ട്. ആയിട്ടുണ്ട് 4.6 ആയിട്ടുണ്ട് നമ്മുടെ HP പെട്രോൾ.
അപ്പോൾ മച്ചാന്മാരെ 7.2 ആയിട്ടുണ്ട് HP പെട്രോൾ. 7.2 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അടയ്ക്കുന്നുണ്ട്. വണ്ടി ഓഫ്. അപ്പോൾ മച്ചാന്മാരെ 8.3 ഓടി HP പെട്രോൾ. അപ്പോൾ അത് നമ്മൾ ചോക്ക് പിടിച്ച് നോക്കാം. നമുക്കൊന്ന് ചോക്ക് പിടിച്ച് നോക്കാം. 8.3 ആണ് നമ്മുടെ HP പെട്രോൾ ഇപ്പോൾ ഓടിയിരിക്കുന്നത്. 8.3 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചോക്ക് പിടിച്ചിട്ടുണ്ട്. 8.3 ആകുമ്പോഴത്തേക്കും 8 കിലോമീറ്റർ 300 മീറ്റർ ആണ് ഓടിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചോക്കിലെ പെട്രോൾ തിക്കാം. അപ്പോൾ നമ്മുടെ ചോക്കിൽ 8.9. ഓക്കെ മച്ചാന്മാരെ, സ്റ്റാർട്ട് ആവുന്നില്ല, ഓഫ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി. 8.9 ആണ് നമ്മുടെ വണ്ടി HP ഓടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ഓയിലാണ്. ഇന്ത്യൻ ഓയിലും ഭാരത് ഇരിപ്പുണ്ട്. ഈ 2 കിടിലും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അവന്മാരാണ് ഹെവി പുലി എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കത് അടുത്ത് ചെക്ക് ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വണ്ടി നല്ല ചൂടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിൽ ആ ഒരു കറക്റ്റ് സൈസ് കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഓയിൽ നോക്കാം. ഇന്ത്യൻ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ നമ്മുടെ ഇന്ത്യൻ ഓയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഓയിൽ എത്ര കിലോമീറ്റർ ഓടും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒന്നുണ്ട്. നമ്മുടെ ചോക്ക് നമുക്ക് ക്ലോസ് ചെയ്യണം. വേണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. അപ്പോൾ നമ്മുടെ ചോക്കൊന്ന് ക്ലോസ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ഇന്ത്യൻ ഓയിൽ നമുക്കൊന്ന് ട്രിപ്പ് ഇടാം. നമുക്ക് ട്രിപ്പൊന്ന് ചെയ്ത് കൊടുക്കാം. ചെറിയ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മളെ ഇന്ത്യൻ ഓയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ത്യൻ ഓയിൽ അപ്പോൾ മാഷാ നമ്മുടെ HP റിലയൻസിന് ടെസ്റ്റ് ചെയ്തതിൽ ഇപ്പം മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ HP ആണ്. റിലയൻസ് ആണ് കുറച്ചും കൂടി താഴെയായിട്ട് നിൽക്കുന്നത്. HP ആണ് ഇപ്പോൾ റിലയൻസിനെക്കാട്ടി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളും ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ 2.7 ആയിട്ടുണ്ട്. 2.7 ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ. 3.3 ആയിട്ടുണ്ട്. അത്യാവശ്യം വരെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ 5.3 ആയിട്ടുണ്ട്. 5 കിലോമീറ്റർ 300 മീറ്റർ ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ. 5.4 ആയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ 8.0 ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ. അപ്പോൾ ഇനി അങ്ങോട്ടറിയാം നമുക്ക് നമ്മുടെ 2 HP റിലയൻസിനെയും കടത്തി വിട്ടുമോ നമ്മുടെ ഇന്ത്യൻ ഓയിൽ നോക്കാം. 8.1 ആയിട്ടുണ്ട്. 10.5 ആയിട്ടുണ്ട്. 10.6 ആയിട്ടുണ്ട്. 11.5
മാസം വരെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഓഫായിട്ടില്ല നമുക്ക് നോക്കാം. ഇന്ന് ഓഫായി, ഇപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ഓഫായി. ഓക്കെ മാസം വരെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഫുള്ള് തീർന്നിട്ടുണ്ട്. നല്ല മിസ്സിങ് ഉണ്ട്, വണ്ടി സ്റ്റാർട്ട് നിൽക്കുന്നില്ല. മാസം വരെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ 11.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 11 കിലോമീറ്റർ 400 മീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചോക്ക് കൂടി ഉണ്ട്, ചോക്ക് കൂടി പിടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ക് വലിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ചോക്കിലാണ് പോകുന്നത്. ചോക്കിൽ നമ്മൾ ഇന്ത്യൻ ഓയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. .6 11.7 ആകുമ്പോൾ 11.7 ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിൽ 11.7. ചെറിയ മിക്സിംഗ് ഉണ്ട്, ഓഫാകുമെന്ന് തോന്നുന്നു. 11.8. ഓക്കെ പക്ഷേ 11.8 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ടായി കാണിച്ചു തരാം. 11.9 ആണ്. 8 അല്ലെ 9 ആണ്. 11.9 ആണ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഓടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കിട്ടില്ലായി നല്ല ഒരു ലെങ്ത് 11 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ. അപ്പം ബാക്കി നമ്മൾ റിലയൻസ് HP എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഭാരത് പെട്രോളിയം ഉണ്ട്. അപ്പോൾ ഭാരത് പെട്രോളിയം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും. അതിനായിട്ട് ഞാൻ ഭാരത് പെട്രോളിയം നമ്മളെ ഭാരത് പെട്രോളിയം എടുത്തിട്ടുണ്ട്. ആ ചോക്കൊന്ന് ക്ലോസ് ചെയ്താണ്. ചോക്ക് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ചോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചോക്ക് ക്ലോസ്. നമ്മുടെ പെട്രോൾ, നമ്മുടെ ഭാരത് പെട്രോളിയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ സെയിം കണക്കാണ് വെച്ചിരിക്കുന്നത്. സെയിം കണക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഭാരത് പെട്രോളിയം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇത് ഭാരതും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഓയിലിനെ പൊട്ടിച്ച് തകർത്തെറിയോ നോക്കാം ഭാരത് പെട്രോളിയം. അപ്പോൾ നമ്മൾ ട്രിപ്പ് ചെയ്യണം. നമ്മുടെ ട്രിപ്പ് മാറി കിടക്കുന്നത് 11.4 കിടക്കുന്നത്. 11.9 കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റാം. നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് നമ്മുടെ ഭാരത് പെട്രോളിയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ ഭാരത് പെട്രോളിയം നമ്മൾ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഭാരത് നമ്മുടെ ഇന്ത്യൻ ഓയിലിന് പൊട്ടിച്ചെറിയോ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാരത് പെട്രോളിയം ഇപ്പോൾ ലാസ്റ്റ് ബ്രാൻഡാണ് ഭാരത് പെട്രോളിയം. അതും കൂടി ചെക്ക് ചെയ്താൽ നമുക്ക് ഫൈനൽ റിസൾട്ട് അറിയാം. ഭാരത് പെട്രോളിയം നമ്മുടെ ഇന്ത്യൻ ഓയിലിനെ പൊട്ടിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം, എന്താവും നോക്കാം. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വണ്ടി നിർത്തിയിട്ട് കാണിക്കുമ്പോഴത്തേക്കും കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ റണ്ണിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ മൈലേജിൻ്റെ കറക്റ്റ് നമുക്ക് കാണിക്കത്തില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഫ്രണ്ടിലല്ല, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഫ്രണ്ടിലല്ല, അതുകൊണ്ട് ബാക്കിൽ ടയർ മാറ്റാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു 40-15 അകത്ത് നിർത്തി ചെക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ടുള്ളൊരു ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. 3.3 ആയിട്ടുണ്ട് നമ്മുടെ ഭാരത് പെട്രോളിയം. ഭാരത് പെട്രോളിയം 6.7 ആയിട്ടുണ്ട്. നമ്മുടെ ഭാരത് പെട്രോളിയം 10 ആയിരിക്കും. നമ്മുടെ ഭാരത് പെട്രോളിയം 10 ആയിരിക്കുന്നു. 10 കിലോമീറ്റർ 6 12.7 ആയിട്ടുണ്ട്.
അപ്പോൾ വണ്ടിക്ക് ഇതുവരെയായിട്ട് ഒരു മിസ്സിങ് തോന്നിയിട്ടില്ല. 12.8 ആയിട്ടുണ്ട്. .9 ഇവൻ കിടുവാണ് കേട്ടോ മച്ചാന്മാരെ. 12.999 ഓഫായി. 12.9 നമ്മുടെ പെട്രോൾ തീർന്ന് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചോക്ക് പിടിച്ച് നോക്കാം. നമ്മൾ ചോക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മളെ ചോക്ക് എടുത്തിട്ടുണ്ട്. ചോക്ക് എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മോശം വരെ നമ്മുടെ ചോക്കിലാണ് ഓടുന്നത്. ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, നമ്മുടെ ചോക്കിലാണ് ഓടുന്നത്. കരിപ്പുറം നോക്കി 13.13 ഇറക്കുന്നുണ്ട്. വണ്ടി ഇറക്കുന്നുണ്ട്. മാസം വരെ നമ്മുടെ വണ്ടി ഓഫായി. അപ്പം 13.5 കിലോമീറ്ററാണ് നമ്മുടെ വണ്ടി ഓടിയിട്ടുള്ളത്. 13.5 കിലോമീറ്ററാണ്. മാസം വരെ നമ്മൾ ഇന്നത്തെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇന്നത്തെ ടെസ്റ്റിങ്ങിന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നതാണ് ഏത് പെട്രോളാണ് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നതെന്ന്. അപ്പോൾ ഒരുപാട് ആളുകൾ 2 വീലർ ഓടിക്കുന്ന 2 വീലറായാലും 4 വീലറായാലും യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെയും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് പെട്രോളാണ് ഏറ്റവും നല്ലത്, ഭാരതാണോ, ഇന്ത്യൻ ആണോ, HP ആണോ, റിലയൻസ് ആണോ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ പുതിയ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാരത് പെട്രോളിയം തന്നെയാണ്. അപ്പോൾ ഭാരത് പെട്രോളിയം വന്നിരിക്കുന്നത് നമ്മുടെ 13.6 കിലോമീറ്ററാണ്. നമ്മുടെ ഭാരത് പെട്രോളിയം 13.6 ആണ്. ഭാരത് പെട്രോളിയം ഇതിൽ മുന്നിൽ നിൽക്കുന്നത് 13 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13.600 മീറ്റർ ഓടിയിട്ടുണ്ട് നമ്മുടെ ഭാരത് പെട്രോളിയം. വരെ നമ്മുടെ 2ാം സ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മുടെ 11.9 നമ്മുടെ ഇന്ത്യൻ ഓയിലാണ്. നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോളാണ് ഭാരത് പെട്രോളിൻ്റെ താഴെ നിൽക്കുന്നത്. 11.9 കിലോമീറ്ററാണ് ഇന്ത്യൻ ഓയിൽ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മുടെ HP ആണ്. HP വന്നിട്ട് നമ്മുടെ 8.9 ആണ് വരുന്നത്. HP ഓടിയ കിലോമീറ്റർ 8 കിലോമീറ്റർ ആണ്. 8.9 ആണ് നമ്മുടെ HP ഓടിയിരിക്കുന്നത്. അപ്പോൾ HP 3ാമതാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റിലയൻസ് പെട്രോളാണ്. റിലയൻസ് പെട്രോൾ 8.6 ആണ് വന്നിരിക്കുന്നത് റിലയൻസ് പെട്രോൾ. അപ്പം റിലയൻസ് പെട്രോളാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നമ്മൾ റിലയൻസ് പെട്രോളാണ് 8.6 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് എല്ലാവരും ഡൗട്ടുകൾ മാറിക്കണം. നമ്മൾ ഏത് പെട്രോളാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ചെയ്യുന്നത്, പ്യൂരിറ്റി ഉള്ളത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കിടുക്കാച്ചി വീഡിയോകളായിട്ട് വീണ്ടും വരും. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ രണ്ട് ദിവസം ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തത്. ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളാണ് ഓരോ വീഡിയോ ചെയ്യുന്നതിന്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വീഡിയോസിനും കാണണം. അപ്പോഴത്തേക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.